അത് മറ്റുള്ളവരെ ചേർന്ന് കളങ്കപ്പെടുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മയിലെ നല്ലൊരു മെമ്പറാണ് ഞാൻ. അമ്മയുടെ പേരൊന്നും കളങ്കപ്പെടുത്തി ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും നടക്കും. നിങ്ങൾ എന്തിനാ ഈ അമ്മയുടെ പുറകെ നടക്കുന്നു? മോന്റെ ചോദ്യത്തിനുള്ള ഉത്തരം മോൻ തന്നെ കണ്ടുപിടിക്കുക. എന്ത് നീ ഇത് തിന്നാനുള്ളതാണ്? എന്തോന്ന് ഇത്? എന്താ വേണ്ടേ ചേച്ചി? നമ്മുടെ ഇപ്പോഴത്തെ അമ്മയുടെ നേതൃത്വത്തെ പറ്റി. അമ്മ അവിടെ ഉണ്ട് മോനെ. ചേച്ചി അല്ല, സ്ത്രീകൾ വന്നപ്പം എല്ലാവർക്കും ഒരു പ്രതീക്ഷ. ഇല്ലില്ല, നോ കമന്റ്സ്. അമ്മയിലെ എന്ത് കാര്യവും അമ്മയിലെ ആൾക്കാർ അതിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ തീരുമാനിച്ചോളും. അവരഭിപ്രായം പറഞ്ഞോളും, അവർ കാര്യങ്ങൾ തീരുമാനിച്ചോളും. നമ്മളതിൽ ഒരു രീതിയിലുള്ള അഭിപ്രായ പ്രകടനത്തിനും ഇല്ല. ചേച്ചി, ഈ പരസ്പരം ഈ ചളിവാരി ഇങ്ങനെ എറിയുന്ന ഒരു പ്രവണത, അതൊരു ആക്ട്രസ് എന്ന നിലയിൽ ചേച്ചി കേൾക്കുമ്പോൾ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങളുടെ ഭാഗത്തും ഇല്ലേ പരസ്പരം ചളിവാരി എറിയില്ല? അല്ലല്ല, അമ്മയെക്കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. അമ്മയുടെ നേതൃത്വം തീരുമാനിക്കും. പിന്നെ ഒരുപാട് തലമുതിർന്ന ആൾക്കാർ അവിടെ ഉണ്ട്, അവരെല്ലാരും കൂടി തീരുമാനം എടുക്കും. എന്റെ അഭിപ്രായം പറയേണ്ട സമയത്ത് പറയേണ്ടടുത്ത് ഞാൻ പറയാം. ഓക്കെ ജനറൽ ബോഡിയിലാണെങ്കിൽ ജനറൽ ബോഡിയിൽ, ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കാനും ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഓർക്കാനും സംസാരിക്കാനും അവർക്ക് വേണ്ടി ചെയ്യാനും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളുടെ പുറകെ പോകാൻ പറ്റില്ലല്ലോ. അമ്മയിലെ നല്ലൊരു മെമ്പറാണ് ഞാൻ. അമ്മയിൽ എന്താ പറയണ്ടേ, അമ്മ എന്ന സംഘടന കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമുള്ള സംഘടനയാണ്. ഒരുപാട് പേർക്ക് മരുന്ന് കിട്ടുന്ന സംഘടനയാണ്. ഒരുപാട് പേർക്ക് കൈനീട്ടം കിട്ടുന്ന സംഘടനയാണ്. അതിനെ ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഇനി നിങ്ങൾ എന്നെ കുത്തി ചോദിച്ചാലും ഞാൻ ഒന്നും ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു സംഭവത്തിന് പേരിൽ ആൾക്കാരുടെ ഇടയിലേക്ക് നെഗറ്റീവ് വരുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അത് ഏത് കാര്യം ചെയ്താലും നെഗറ്റീവ് വരാത്ത, നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും അത് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ 10 പേര് അതിനകത്തുണ്ടാവും. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അഭിപ്രായമില്ല. പിന്നെ ഞാൻ കൊല്ലും. അമ്പലം സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളാണ് ഈ തരത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഒരു അമ്പലം തുറന്ന ഒരു സ്ഥാപനം അതൊരു സ്പോൺസർഷിപ്പായിട്ട് ഒരു മറ്റൊരു സ്ഥാപനത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് ചേച്ചി എന്നോട് അംഗീകരിക്കുന്നുണ്ടോ? കാരണം അമ്പലത്തിലെ ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന ഓരോ പൈസയും അവിടെ വരുന്ന. അതെ, മോന്റെ ചോദ്യത്തിനുള്ള ഉത്തരം മോൻ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. അല്ലാതെ ഒന്നും പറയാനില്ല. അതൊക്കെ അവിടുത്തെ തീരുമാനങ്ങളായിരുന്നു. പ്രാതിനിധ്യം കൂട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം. ആര് റൂമേഴ്സ്? മോനല്ലേ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ അതിന്റെ ഇടയിൽ കൂടെ കുത്തി തിരികെ കയറ്റുവാണ്. ഓക്കെ ഒരു വിവാദത്തിനും ഇല്ല. ആ ചേട്ടൻ ഇപ്പൊ ആ കാര്യമായിട്ട് വന്നു. അതൊക്കെ പഴയ കാര്യം കേട്ടോ. എന്തിനായിട്ടാ എന്തൊക്കെ ആയിരുന്നു പുള്ളിയോട് ഇന്ന് ചോദിക്കുക. എന്നോട് പ്രതികരണം നിങ്ങൾ ചോദിച്ചാലും എത്ര കുത്തി ചോദിച്ചാലും ഞാൻ പറയില്ല. ഇല്ല മോനെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ, അമ്മയുടെ കാര്യങ്ങളല്ല. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കല്ലേ എന്റെ അടുത്ത്. അമ്മയുടെ പേരൊന്നും കളങ്കപ്പെടുത്തി ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും നടക്കും. നിങ്ങൾ എന്തിനാ ഈ അമ്മയുടെ പുറകെ നടക്കുന്നു? അമ്മയുടെ പേര് കളങ്കപ്പെടുത്തൊന്നുമില്ല. അമ്മ ഒരുപാട് പേരുടെ ചോരയും നീരുമായിട്ടുള്ള സംഘടനയാണ്. അമ്മയുടെ പേര് ഒരിക്കലും കളങ്കപ്പെടില്ല. അത് മറ്റുള്ളവരെ ചേർന്ന് കളങ്കപ്പെടുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എന്താ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്ക്. അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നന്നായിട്ട് ചെയ്യുന്നുണ്ട്.